ബാങ്കിന്റെ അക്കൗണ്ടില്. ആര് കൊണ്ടുപോയി പൈസ? അപ്പൊ പറഞ്ഞത് ഒരു ജീവനക്കാരൻ അടിച്ചു മാറ്റിയതാണെന്ന്. നമ്മളുടെ തലയിലൊന്നും തലച്ചോറല്ലേ? ഇവരെന്തായി പറയുന്നത്? ഒരു ജീവനക്കാരൻ ഉദ്ദേശിച്ചാൽ 13.5 കോടി അടിച്ചു മാറ്റാമെന്നോ? കേസായി, വലിയ കേസായ സമയത്ത് ഇവര് പൈസ തിരിച്ചടിച്ചു. ഇവര് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തിരിച്ചടിച്ചു എന്ന്. എന്നാൽ ഞാൻ പറയുന്നു, കോഴിക്കോട്ടെ മുഴുവൻ ജനങ്ങൾ പറയുന്നു, സാധാരണക്കാരന് ഉപയോഗിക്കാൻ വേണ്ടി പോവർട്ടി എലിവിയേഷൻ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു. അങ്ങനെ കള്ളി പുറത്തായപ്പോൾ പൈസ തിരിച്ചടിച്ചു. പിന്നെ ഇവർ പറയാറുണ്ട്, ക്ഷേമകാര്യ സെറ്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ യോഗത്തിൽ പറയാറുണ്ട്, ഞങ്ങൾ സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്, സ്ത്രീ ശാക്തീകരണമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. അങ്ങനെ അവിടെ ഞങ്ങൾ കുടുംബശ്രീ ഒന്ന് ചെറുതായൊന്ന് പരിശോധിച്ചു. ഞങ്ങളുടെ 1-ാം വാർഡിലെ കൗൺസിലർ അദ്ദേഹത്തിന്റെ വാർഡിലുള്ള കുടുംബശ്രീയിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് പരിശോധിച്ചു. 26 ലക്ഷം രൂപയാണ് പാവങ്ങൾക്ക്, സാധാരണക്കാർക്ക്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പൈസ. അതുപോലെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട പൈസ തട്ടമിട്ട് ചില സഹോദരിമാരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇടതുപക്ഷ സഹയാത്രികരായിരിക്കണം, ഇടതുപക്ഷത്തിന്റെ കൊടി പിടിക്കണം. എന്നാൽ ഈ പാവപ്പെട്ടവരുടെ പൈസ അവർക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ വലിയ വിഷയം ഉണ്ടാക്കിയതിനു ശേഷം പലിശ സഹിതം ആ പൈസ തിരിച്ചടിക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ കെട്ടിടം ഒന്ന് കാണാൻ. നമ്മളിപ്പോ ഹൗസ് ടൂറും ഹോം ടൂറും ഒക്കെ നടത്തുന്ന മാതിരി കോർപ്പറേഷൻ ടൂർ ഒന്ന് നിങ്ങൾ നടത്തേണ്ടതാണ് സുഹൃത്തുക്കളെ. 19 കോടിയിൽ നവീകരിച്ച ആ ബിൽഡിംഗ് ഞാൻ മനസ്സിൽ കരുതി 19 കോടിയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മനോഹരമായ സൗധം കെട്ടിപ്പടുക്കുന്നതിന് ഒരുപാട് സഹപ്രവർത്തകരും കോൺഗ്രസുകാരുടെയും സഹായത്തോടുകൂടി, എല്ലാ ബൂത്ത് കമ്മിറ്റികളുടെയും സഹായത്തോടുകൂടി, നല്ല മനസ്സുള്ള കോൺഗ്രസ് അനുഭാവികളുടെ സഹായത്തോടുകൂടി നമ്മൾ ഉണ്ടാക്കിയത് 7 കോടി രൂപയാണ്. എന്നാൽ അത്രയൊന്നും സൗകര്യമില്ലാത്ത, അത്രയൊന്നും വൃത്തിയുള്ള കൺസ്ട്രക്ഷൻ അല്ലാത്ത കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടാക്കാനല്ല, നവീകരിക്കാൻ 9 കോടിയിൽ തുടങ്ങി 19-ലെത്തി 21-ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികളല്ല, നവീകരണ പ്രവൃത്തികൾ. ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ? ഞാൻ ചോദിക്കുന്നത്, സാധാരണക്കാരനെ ഇങ്ങനെ പറ്റിക്കുന്ന ഈ സംവിധാനത്തെ താഴെയിടേണ്ട സമയം അതിക്രമിച്ചു. അതുപോലെ പെട്ടിക്കടകൾ, നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണം. അവിടെ പെട്ടിക്കടകൾക്ക് വേണ്ടി 3 ലക്ഷം രൂപ പാവപ്പെട്ട കച്ചവടക്കാരെ കൊണ്ട് ലോൺ എടുപ്പിച്ചു. പാവപ്പെട്ട കച്ചവടക്കാരെ കൊണ്ട് പോരാത്തതിന് അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 3.44 കോടി രൂപയും, ഫുഡ് സ്ട്രീറ്റ് ഉണ്ടാക്കുന്നതിന് 1 കോടി രൂപയും, അങ്ങനെ 4.44 കോടി രൂപ ഞങ്ങൾ കൗൺസിൽ പാസ്സാക്കി. കാരണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പദ്ധതി ആയതുകൊണ്ട്. ഇന്നിപ്പോ ആ പദ്ധതിയുടെ കോസ്റ്റ് എത്തിയിരിക്കുന്നത് 5.29 കോടി. ഞങ്ങൾ പിന്നെ അന്വേഷിച്ചു ആ പെട്ടിക്കടയ്ക്ക് നമ്മൾ പുറത്തു നിന്ന് അസംബിൾ ചെയ്തുണ്ടാക്കുമ്പോൾ എത്ര കാശ് വരുമെന്ന്. സുഹൃത്തുക്കളെ, ഒരു 1.25-2 ലക്ഷത്തിന് അതിനേക്കാൾ സുന്ദരമായ പെട്ടിക്കടകൾ നമുക്ക് സൗകര്യപ്പെടുത്താൻ സാധിക്കും. അവിടെയും തിന്നു പാവപ്പെട്ടവരുടെ പൈസ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പോകണം സുഹൃത്തുക്കളെ, NC മോയിൻകുട്ടിയുടെ വാർഡിലും എറങ്ങിപ്പാലം, അതുപോലെ ചക്കവർത്തുകുളം വാർഡുകളിലൊക്കെ സൈക്കിളുകൾ വാങ്ങിയിട്ടിരിക്കുകയാണ്. സൈക്കിൾ ഓടിക്കാൻ, പെണ്ണുങ്ങളെ ശാക്തീകരിക്കാൻ. ഇവരുടെ ഈ ഒരു സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ വിചാരിക്കും, ഈ സൈക്കിൾ പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി കൊണ്ടുവന്ന് തുരുമ്പെടുക്കുകയാണ് സൈക്കിള്. അപ്പൊ അത് വാങ്ങിയത് എവിടുന്നാണ് നിങ്ങൾ പരിശോധിക്കണം. ഈ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിട്ടുള്ള ഇടത് സഹകരണ സൊസൈറ്റികളിൽ നിന്നാണ് ഈ സംവിധാനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ റോഡരികിൽ വെച്ചിരിക്കുന്ന ട്വിൻ പിന്നുകൾ നിങ്ങൾ പരിശോധിക്കണം. അത് വാങ്ങിയിട്ടുള്ളതും അവരുടെ സഹയാത്രികരിൽ നിന്ന്. അപ്പൊ ഇവിടെ ഈ കച്ചവടങ്ങൾ എന്ത് നടന്നാലും കുഴപ്പമില്ല.
എന്ത് ജനങ്ങൾക്ക് കിട്ടിയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ പാർട്ടിക്കാർക്കും ഞങ്ങളുടെ ഭരണക്കാർക്കും മൃഷ്ടാന ഭോജനത്തിനും അതുപോലെ പൈസ തട്ടിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. അത് മാത്രമാണ് ഇവരുടെ സമീപനം. ഇത് നമുക്ക് അനുവദിച്ചുകൂടാ. സാധാരണക്കാരന് കിട്ടേണ്ട, സാധാരണക്കാരന് വീട് വെച്ച് കൊടുക്കേണ്ട, സാധാരണക്കാരന് ക്ഷേമം ഉറപ്പുവരുത്തേണ്ട പൈസ ഇങ്ങനെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തക മുതലാളിമാർക്കും അവരുടെ ശില്പന്തികൾക്കും തീരെഴുതി കൊടുക്കാനിൽ ഉള്ളതല്ല. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ റോഡിനെ സംബന്ധിച്ച് എനിക്കറിയാം. ഈ റോഡിനെ സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഉയർത്തിയ ശബ്ദമെല്ലാം നമ്മൾ കേട്ടതാണ്. ആരാണ് നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുള്ളത്? ഓരോ ഇലക്ഷൻ സമയത്തും നിങ്ങളോട് പറയും ഈ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റായി ഇത് ചെയ്യുമെന്നും. പക്ഷെ ഇതിന് ശേഷം വന്നതാണ് മൈത്രയുടെ റോഡ് അല്ലെ സുഹൃത്തുക്കളെ? അവിടെ ഒരു വൻകിട മുതലാളിയുടെ സുന്ദരമായ ആശുപത്രിക്ക് എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും ഒരുക്കുന്നതിന് വേണ്ടി മനോഹരമായ ഒരു റോഡ് സംവിധാനം അവിടെ ഒരുങ്ങുകയാണ് പൊടുന്നനെ. അപ്പൊ ഇതൊന്നും ഇവർക്ക് തിരിയാഞ്ഞിട്ടല്ല. അതെ അതെ വിനീഷേട്ടാ, ഇതൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. എല്ലാ ചപ്പടി വിദ്യകളും ഇവർക്കറിയാം. പക്ഷെ എന്താ, പാവപ്പെട്ടവന്റെ ആവശ്യത്തിന് വേണ്ടി ഇവർ അനങ്ങില്ല. ഈ കഴിഞ്ഞ ദിവസം 19 കോടി ചെലവഴിച്ച കോർപ്പറേഷൻ ഓഫീസിൽ കക്കൂസ് ചോർന്നൊലിക്കുകയാണ്. ഇന്നലെ കൗൺസിൽ അത് ചർച്ച ചെയ്തപ്പോ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ചോദിച്ചു, അല്ല നിങ്ങളുടെ വീട്ടിലൊന്നും കക്കൂസ് നിറയാറില്ല? അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ വീട്ടിലൊക്കെ ടോയ്ലറ്റ് നിറയാറുണ്ട്. നിറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതിനു മുൻപ് അത് സക്ക് ചെയ്ത് വലിച്ചെടുത്ത് വൃത്തിയാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും. ഇത് പൊട്ടി ഒലിച്ചോട്ടെ എന്നാണ് പാവപ്പെട്ട